അറിഞ്ഞതേയില്ല. സൂര്യദേവന്റെ പുത്രി തപ്തയായിരുന്നു അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. സ്വർഗത്തിലെ തന്റെ വാസസ്ഥലത്തിരുന്ന് സമർത്ഥനും സുന്ദരനുമായ ആ പോരാളിയെ സാഗൂതം നോക്കിക്കൊണ്ടിരുന്നു. സൂര്യദേവൻ മകളുടെ ഈ പ്രവൃത്തി കണ്ടു. സൂര്യദേവന് അവളുടെ ആഗ്രഹം മനസ്സിലാകുകയും ചെയ്തു. ഇതേസമയം ഭൂമിയിൽ സംവരണൻ തന്റെ രാജ്യം തിരിച്ചുപിടിക്കുന്നു. അദ്ദേഹം തന്റെ ജനത്തെ നല്ല രീതിയിൽ പരിപാലിച്ചു പോന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ ആളുകളുമായി വേട്ടയാടാൻ പുറപ്പെട്ടു. ഒരു മാൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വഴിക്ക് കുറുകെ ചാടുന്നു. അത് കാട്ടിലേക്ക് പാഞ്ഞു. സംവരണൻ മാനിന്റെ പിന്നാലെ ഓടി. താമസിയാതെ അദ്ദേഹം ഒറ്റപ്പെട്ടു. പക്ഷെ മാനിനെ കാണുവാനില്ലായിരുന്നു. ഇന്ന് സൂര്യൻ എത്ര ഉഗ്രമായി പ്രകാശിക്കുന്നു, സംവരണൻ സ്വയം പറഞ്ഞു. സംവരണനും അദ്ദേഹത്തിന്റെ കുതിരയും ഒരു അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചു. എഴുന്നേറ്റപ്പോൾ ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് തന്നെ വിശ്വസനീയമായി തോന്നിയില്ല. അതൊരു സ്ത്രീയായിരുന്നു. അവൾ സൂര്യനെ പോലെ തിളങ്ങി. അവളുടെ തിളക്കം പുല്ലും